ഒരു ഐഫോൺ, ഒരു ബൈക്ക്, ഒരു വാട്സപ്പ് വീഡിയോ കോൾ. ഒരു 65-കാരൻ്റെ ജീവന് 13 വയസ്സുള്ള ഒരു പെൺകുട്ടിയും അവളുടെ കൂട്ടുകാരും ഇട്ട വില. കരുവാറ്റയിലെ കൊലപാതക വാർത്ത കേട്ട് കേരളം ഞെട്ടിയത് ആ ക്രൂരത കണ്ടു മാത്രമല്ല. കൊലപാതകത്തിന് ശേഷം ഒന്നും സംഭവിക്കാത്ത മട്ടിൽ മിഠായി വാങ്ങാൻ പോയി പരീക്ഷ എഴുതാൻ സ്കൂളിൽ പോകണമെന്ന് വാശി പിടിച്ച് ആ പെൺകുട്ടിയുടെ തണുപ്പൻ പെരുമാറ്റം കണ്ടുകൂടിയാണ്. ഇതൊരൊറ്റപ്പെട്ട സംഭവമാണ്. അതോ നമ്മുടെ ചുറ്റിലുമുള്ള കുട്ടികളുടെ മനസാക്ഷിയിലും ചിന്തയിലും എന്തോ ഭയാനകമായ മാറ്റം സംഭവിക്കുന്നുണ്ട്. കരുവാറ്റയിൽ നടന്നു എന്ന് പോലീസ് പറയുന്ന കാര്യങ്ങൾ ഒന്ന് പരിശോധിക്കാം. സിനിമകളെ വെല്ലുന്ന ആസൂത്രണം, തെളിവ് നശിപ്പിക്കാൻ മുളകുപൊടിയും രാസവസ്തുക്കളും തളിക്കൽ, കൃത്യം നടക്കുമ്പോൾ വീഡിയോ കോളിലൂടെ അത് തത്സമയം കാണാം. മുതിർന്ന കുറ്റവാളികളെ പോലും അമ്പരിപ്പിക്കുന്ന കൗശലമായ ഒരു പ്രവൃത്തിയാണ് ഈ കൗമാരക്കാർ കാണിച്ചത്. വെറുമൊരു ആഡംബര ഫോണിനും വണ്ടിക്കും വേണ്ടി സ്വന്തം രക്തബന്ധത്തെ തന്നെ ഇല്ലാതാക്കാൻ ഒരു 13-കാരിക്ക് സാധിച്ചുവെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഡിജിറ്റൽ ലോകം നമ്മുടെ കുട്ടികളുടെ മൂല്യബോധത്തെ എത്രത്തോളം സ്വാധീനിക്കുന്നുണ്ടെന്നാണ്. ആരാണ് നമ്മുടെ കുട്ടികളെ മാറ്റുന്നത്? കരുവാറ്റയിൽ നിന്ന് ഒരു തലമുറയുടെ പ്രതിസന്ധിയിലേക്ക് ഒരു കുറ്റകൃത്യത്തെക്കുറിച്ച് നമ്മളെ ഏറ്റവും ഭയപ്പെടുത്തേണ്ടത് ആ രാത്രിയിൽ സംഭവിച്ചതാണ്. ഒരു കുട്ടി ഒരു ദിവസം രാവിലെ പെട്ടെന്ന് ക്രൂരയായി മാറുന്നില്ല. ഒരു കൗമാരക്കാരൻ പെട്ടെന്ന് മറ്റൊരു മനുഷ്യൻ്റെ ജീവന് വിലയില്ലെന്ന് തീരുമാനിക്കുന്നില്ല. സ്വഭാവം പതുക്കെയാണ് രൂപപ്പെടുന്നത്. അവർ കാണുന്നതിലൂടെ, അവർ കേൾക്കുന്നതിലൂടെ, അവർ ആരാധിക്കുന്ന വ്യക്തികളിലൂടെ, മാതാപിതാക്കൾ അനുവദിക്കുന്ന കാര്യങ്ങളിലൂടെ, സുഹൃത്തുക്കൾ ആഘോഷിക്കുന്ന കാര്യങ്ങളിലൂടെ, ഇൻ്റർനെറ്റ് സാധാരണമാക്കുന്ന കാര്യങ്ങളിലൂടെ, ഒന്നും പറയാതെ തന്നെ സമൂഹം അവരെ പഠിപ്പിക്കുന്ന കാര്യങ്ങളിലൂടെ. കരുവാറ്റയിലെ സമീപകാല സംഭവങ്ങൾ, അതിൻ്റെ അസാധാരണമായ സാഹചര്യങ്ങളും ഉയർന്നു വന്ന ചോദ്യങ്ങളും കാരണം ശ്രദ്ധ നേടിയിട്ടുണ്ട്. പക്ഷേ ഇരകളെയും സംഭവത്തെയും സെൻസേഷനിലാക്കാതെ ഇന്ന് നാം ഒന്ന് ആഴത്തിൽ ചിന്തിക്കേണ്ടതുണ്ട്. നമ്മുടെ കുട്ടികളുടെയും യുവാക്കളുടെയും ധാർമ്മികവും മാനസികവും ആത്മീകവുമായ വളർച്ചയിൽ യഥാർത്ഥത്തിൽ എന്താണ് സംഭവിക്കുന്നത്? സംഭവം ഒരു ലക്ഷണം മാത്രമാണ്. കരുവാറ്റയിലെ സംഭവം മറ്റൊരു കുറ്റകൃത്യത്തിൻ്റെ വാർത്തമായി മാത്രം കണ്ടാൽ മതിയോ? അതോ ഇത് നമ്മളെ അസ്വസ്ഥരാക്കുന്ന മറ്റൊരു സാധ്യതയിലേക്ക് നോക്കാൻ നിർബന്ധിക്കുന്നുണ്ട്? ഒരു തെറ്റ് സംഭവിച്ച ശേഷം കുറ്റക്കാരനെ കണ്ടെത്തുന്നതിൽ ഒരു സമൂഹം വളരെ മിടുക്ക് കാണിക്കാം. പക്ഷെ അത്തരമൊരു തെറ്റിലേക്ക് കുട്ടികൾ പോകാതിരിക്കാൻ അവരെ പഠിപ്പിക്കുന്നതിൽ നമ്മൾ പരാജയപ്പെടുന്നുണ്ടോ എന്ന് ചിന്തിച്ചു നോക്കണം. പോലീസ് അന്വേഷിക്കും, കോടതി ശിക്ഷിക്കും, മാധ്യമങ്ങൾ ചർച്ച ചെയ്യും, സോഷ്യൽ മീഡിയ പ്രതികരിക്കും. പക്ഷേ മനസാക്ഷിയെ ആരാണ് പഠിപ്പിക്കുന്നത്? കുട്ടികളിൽ സഹാനുഭൂതി ആരാണ് വളർത്തുന്നത്? സ്വയം നിയന്ത്രിക്കാൻ ആരാണ് പഠിപ്പിക്കുന്നത്? ഒരു കുട്ടിയോട് ആര് പറയും നിനക്കെന്തെങ്കിലും ചെയ്യാൻ കഴിയും എന്നതുകൊണ്ട് അത് ചെയ്യാനുള്ള അവകാശം നിനക്കുണ്ടെന്ന് അർത്ഥമില്ല. കുട്ടികളുടെ വളർച്ചയെക്കുറിച്ചുള്ള യഥാർത്ഥ ചർച്ച ഇവിടെ നിന്നാണ് ആരംഭിക്കേണ്ടത്. പോലീസ് സ്റ്റേഷനിൽ നിന്ന് അല്ല, വീട്ടിൽ നിന്നാണ് അത് ആരംഭിക്കേണ്ടത്. സ്വഭാവം എങ്ങനെയാണ് മാറുന്നത്? ഇവിടെ വളരെ പ്രധാനപ്പെട്ട ഒരു മനഃശാസ്ത്രപരമായ യാഥാർത്ഥ്യമുണ്ട്. കൗമാരപ്രായം വലിയ മാനസികവും സാമൂഹികവുമായ മാറ്റങ്ങളുടെ കാലഘട്ടമാണ്. സുഹൃത്തുക്കളുടെ അംഗീകാരം, കൂട്ടുകാരുടെ സ്വാധീനം, സോഷ്യൽ മീഡിയ, ഓൺലൈൻ ഉള്ളടക്കം അവർ കാണുന്നത്, ഇവയെല്ലാം ഒരു യുവാവിൻ്റെയും യുവതിയുടെയും ചിന്തകളെയും വിശ്വാസങ്ങളെയും പെരുമാറ്റത്തെയും സ്വാധീനിക്കുന്നു. അമേരിക്കൻ സൈക്കോളജിക്കൽ അസോസിയേഷൻ കൗമാരക്കാർ പിയർ ഇൻഫ്ലുവൻസിനോടും ഓൺലൈൻ ഉള്ളടക്കത്തോടും പ്രത്യേകമായി സ്വാധീനിക്കപ്പെടുന്നവരാണെന്ന് ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. നാം ഒന്ന് ചിന്തിച്ചു നോക്കണം. ഒരു കുട്ടി വീണ്ടും വീണ്ടും കാണുന്നത് എങ്ങനെയാണ് അവൻ്റെ മനസാക്ഷിയെ രൂപപ്പെടുത്തുന്നത്, അവൻ്റെ സ്വഭാവത്തെ നിയന്ത്രിക്കുന്നത്? അക്രമം വിനോദമായിട്ടും, മറ്റൊരാളെ അപമാനിക്കൽ തമാശയായിട്ട് കാണുന്നു, അശ്ലീലവൽക്കരണം സാധാരണ കാര്യമായിട്ട് ചിത്രീകരിക്കപ്പെടുന്നു, വഞ്ചിക്കുന്നതും പറ്റിക്കുന്നതും ബുദ്ധിയായി വലിയ സ്കില്ലായി കണക്കാക്കുന്നു, ആക്രമണ സ്വഭാവം പുരുഷത്വമായും പണം വിജയത്തിൻ്റെ ഏക അളവുകോലായി ജനപ്രീതി വ്യക്തിത്വത്തിൻ്റെ ലക്ഷണമായിട്ടും ഒക്കെ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇത് ശരിയാണോ? എനിക്കിത് ചെയ്തിട്ട് രക്ഷപ്പെടാൻ കഴിയുമോ എന്നതിലേക്കാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന കുട്ടികളിൽ. ഏറ്റവും അപകടകരമായ മാറ്റങ്ങൾ ഒന്നാണത്. കാരണം ധാർമ്മികത മാറി. മനസാക്ഷിയിൽ നിന്ന് ഫലത്തിലേക്ക് സാധാരണവൽക്കരണത്തിൻ്റെ അപകടം. ഒരു കുട്ടി ആദ്യമായി അസ്വസ്ഥമാക്കുന്ന എന്തെങ്കിലും കാണുമ്പോൾ അവൻ ഞെട്ടിയേക്കാം. 10ാം തവണ അവൻ അതിനെക്കുറിച്ച് ചിരിക്കും.
100-ാം തവണ ഒരുപക്ഷെ അത് ശ്രദ്ധിക്കാതെയാകും. അതുകൊണ്ടാണ് കുട്ടികൾ നിരന്തരം കാണുന്ന ഉള്ളടക്കത്തെക്കുറിച്ച് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഒരു കുട്ടി അക്രമം കാണുന്നത് കൊണ്ട് മാത്രം അവൻ അക്രമിയാകും എന്ന് പറയുന്നത് തെറ്റാണ്. അങ്ങനെ ലളിതമായി ഒരു നിഗമനം നടത്താൻ കഴിയില്ല. പക്ഷേ തുടർച്ചയായ എക്സ്പോഷർ, പ്രത്യേകിച്ച് പിയർ ഗ്രൂപ്പ് പ്രഷർ, കുടുംബ പ്രശ്നങ്ങൾ, ഏകാന്തത, സൂപ്പർവിഷൻ്റെ അഭാവം, അംഗീകാരം നേടാനുള്ള ആഗ്രഹം, ഇവയെല്ലാം ചേരുമ്പോൾ ഒരു കുട്ടിയുടെ മനോഭാവത്തെയും പെരുമാറ്റത്തെയും സ്വാധീനിക്കാൻ കഴിയും. അതുകൊണ്ട് ചോദ്യം ഒരു വീഡിയോ എൻ്റെ കുട്ടിയെ നശിപ്പിക്കുമോ എന്നതല്ല. ശരിയായ ചോദ്യം ആയിരക്കണക്കിന് ചെറിയ സ്വാധീനങ്ങളിലൂടെ എൻ്റെ കുട്ടി എങ്ങനെയുള്ള മനുഷ്യനായി മാറിക്കൊണ്ടിരിക്കുന്നു. ഇവിടെ ഒരു വലിയ എത്തിക്കൽ പ്രോബ്ലമുണ്ട്. നമ്മൾ പലപ്പോഴും കുട്ടികളെ പഠിപ്പിക്കുന്നത് പിടിക്കപ്പെടരുത് എന്നാണ്, പക്ഷെ പഠിപ്പിക്കേണ്ടത് തെറ്റ് ചെയ്യരുത് എന്നാണ്. ഇവ രണ്ടും ഒരുപോലെയല്ല. ഒന്നാമത്തേത് ഒരു വളരെ ക്ലെവറായ കുട്ടിയെ സൃഷ്ടിച്ചേക്കാം. രണ്ടാമത്തേത് ഒരു നല്ല സ്വഭാവമുള്ള മനുഷ്യനെ സൃഷ്ടിക്കും. ശിക്ഷയെ ഭയപ്പെടുന്ന കുട്ടി ആരെങ്കിലും നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ശരിയായിട്ട് പെരുമാറും. പക്ഷേ മനസാക്ഷിയുള്ള കുട്ടി ആരും നോക്കാത്തപ്പോഴും ശരിയായത് ചെയ്യാൻ ശ്രമിക്കും. ഇതാണ് പുറത്തു നിന്നുള്ള നിയന്ത്രണവും അകത്തു നിന്നുള്ള സ്വഭാവവും തമ്മിലുള്ള വ്യത്യാസം. നമ്മുടെ സമൂഹത്തിന് രണ്ടാമത്തേതാണ് ആവശ്യം. മുതിർന്നവർ എവിടെയാണെന്ന് മുതിർന്നവർ ചിന്തിക്കണം. നമ്മളോട് തന്നെ ചില അസ്വസ്ഥപ്പെടുത്തുന്ന ചോദ്യങ്ങൾ ചോദിക്കേണ്ട സമയം വന്നിരിക്കുന്നു. കുട്ടിയോട് എന്ത് ചെയ്യണമെന്ന് പറയാൻ നമ്മൾ എത്ര സമയം ചെലവഴിക്കുന്നു? അവൻ പറയുന്നത് കേൾക്കാൻ എത്ര സമയം ചെലവഴിക്കുന്നു? എത്ര തവണ നമ്മൾ ചോദിക്കുന്നു ഭക്ഷണം കഴിച്ചു? പക്ഷേ ഒരിക്കലും നമ്മൾ ചോദിക്കാറുണ്ട്, നിൻ്റെ മനസ്സിൽ എന്താണ് സംഭവിക്കുന്നത്? ഹൗ ഡു യു ഫീൽ? വില കൂടിയ ഫോൺ വാങ്ങിക്കൊടുക്കും, പക്ഷേ അർദ്ധരാത്രിയിൽ കുട്ടി ആരോടാണ് സംസാരിക്കുന്നതെന്ന് നമുക്കറിയില്ല. ഇൻ്റർനെറ്റ് ഉപയോഗിക്കുന്ന സ്വാതന്ത്ര്യം നമ്മൾ കൊടുക്കുന്നുണ്ട്, പക്ഷേ അതിൻ്റെ ഉത്തരവാദിത്തം പഠിപ്പിക്കുന്നില്ല. എങ്ങനെ ഉത്തരവാദിത്തത്തോടെ അത് ഉപയോഗിക്കാം? എന്നെ ബഹുമാനിക്കണമെന്ന് നമ്മൾ കുട്ടിയോട് പറയുന്നു, പക്ഷേ സ്വന്തം മാതാപിതാക്കളോടും പങ്കാളിയോടും അയൽക്കാരോടും ജീവനക്കാരോടും നമ്മൾ എങ്ങനെ പെരുമാറുന്നു? കുട്ടികൾ മാതാപിതാക്കളുടെ വാക്കുകൾ മാത്രം കേൾക്കുന്നില്ല, അവർ മാതാപിതാക്കളെ പഠിക്കുകയാണ്. കുട്ടിയെ എങ്ങനെയെങ്കിലും അനുസരിപ്പിക്കുക എന്നതിൽ മാത്രം ഒതുങ്ങുന്നില്ല. അതിലും ആഴത്തിലുള്ളത് കുട്ടി എന്തുതരം മനുഷ്യനായി മാറണം എന്ന് അവനെ എങ്ങനെ രൂപപ്പെടുത്തണമെന്നുള്ളതാണ്. അതാണ് കൂടുതൽ ബുദ്ധിമുട്ടുള്ളത്. ശിക്ഷ കൊണ്ട് മാത്രം സ്വഭാവം രൂപപ്പെടുത്താൻ കഴിയില്ല. ഹൃദയത്തെ രൂപപ്പെടുത്തണം. സത്യസന്ധത കാണിക്കണം, ക്ഷമ കാണിക്കണം, ശുദ്ധമായ ജീവിതം മാതൃകയാക്കണം, കരുണ കാണിക്കണം, ഉത്തരവാദിത്തം ഏറ്റെടുക്കണം, സ്വയം നിയന്ത്രിക്കണം. എല്ലാറ്റിനുമുപരി മനുഷ്യൻ്റെ വില പണത്തിലോ സൗന്ദര്യത്തിലോ ഫോളോവേഴ്സിലോ സ്റ്റാറ്റസിലോ അല്ലെന്ന് കുട്ടികൾക്ക് മനസ്സിലാക്കി കൊടുക്കണം. സോഷ്യൽ മീഡിയയാണ് നമ്മുടെ കുട്ടികളെ നശിപ്പിച്ചത് എന്ന് പറയുന്നത് എളുപ്പമാണ്, പക്ഷെ അത് വളരെ ലളിതമായിട്ടുള്ള ഒരു നിഗമനമാണ്. ടെക്നോളജി അപകടകരമാണ്, അത് സംഭവിക്കുന്നു. പക്ഷേ അതിന് പഠിപ്പിക്കാനും ബന്ധിപ്പിക്കാനും പ്രചോദിപ്പിക്കാനും വളരെ ഉപകാരപ്രദം തന്നെയാണ് ടെക്നോളജി. WHO പോലും ഡിജിറ്റൽ ടെക്നോളജിയും യുവാക്കളുടെ വെൽബീയിങ് തമ്മിലുള്ള ബന്ധം സങ്കീർണമാണെന്ന് വ്യക്തമാക്കുന്നുണ്ട്. അപ്പോൾ പ്രശ്നം സ്മാർട്ട് ഫോൺ ആണോ? അല്ല. സ്മാർട്ട് ഫോൺ എങ്ങനെ ഉപയോഗിക്കണമെന്ന് കുട്ടിയെ ആരാണ് പഠിപ്പിക്കുന്നത്? ഒരു ഉപകരണം അത് ഉപയോഗിക്കുന്ന വ്യക്തിയുടെ സ്വഭാവത്തെ ശക്തിപ്പെടുത്താൻ കഴിയും. ഇങ്ങനെ നമ്മൾ പണ്ട് പറയാറുണ്ടല്ലോ, ഒരുവൻ്റെ സ്വഭാവം അറിയണമെങ്കിൽ അവൻ്റെ സുഹൃത്തുക്കൾ ആരാണെന്ന് മനസ്സിലാക്കിയാൽ മതിയെന്ന്. ഇന്ന് ഒരുവനെ മനസ്സിലാക്കണമെങ്കിൽ അവൻ സ്മാർട്ട് ഫോൺ എങ്ങനെ ഉപയോഗിക്കുന്നു എന്നറിഞ്ഞാൽ മതി. അതുകൊണ്ട് ചോദ്യം, കുട്ടിയുടെ കയ്യിലുള്ള ടെക്നോളജി എന്താണ് ചെയ്യുന്നത് എന്നതിന് മുൻപ് ആ ടെക്നോളജി ഉപയോഗിക്കുന്ന കുട്ടിയുടെ ഉള്ളിൽ എന്താണ് നടക്കുന്നത്, അവൻ എങ്ങനെയാണ് ഈ കാര്യങ്ങളെ സ്വീകരിക്കുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കണം. കുട്ടികൾക്ക് സൂപ്പർവിഷൻ മാത്രം പോരട്ടോ, ബന്ധം വേണം. സർവൈലൻസ് മാത്രം പോരാ, സംഭാഷണം വേണം. നിയമങ്ങൾ മാത്രം പോരാ, വിശ്വാസം വേണം. ശിക്ഷ മാത്രം പോരാ, മാർഗനിർദ്ദേശം. അവരെ ബോധ്യപ്പെടുത്തണം എന്തുകൊണ്ടാണിത്, എന്താണ് നീ ചെയ്തതെന്ന് മാത്രം ചോദിക്കാതെ നിൻ്റെ ഉള്ളിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് ചോദിക്കണം. ഇവിടെ നമ്മൾ യൂട്യൂബ് ക്രിയേറ്റേഴ്സിനും മാധ്യമങ്ങൾക്കും എല്ലാം ഒരു എത്തിക്കൽ റെസ്പോൺസിബിലിറ്റി ഉണ്ട്. ഒരു ദുരന്തം സംഭവിക്കുമ്പോൾ നമുക്ക് ഡീറ്റെയിൽസ് വേണം, ആരാണ്, എന്തുകൊണ്ട്, എങ്ങനെ, പിന്നെ എന്ത് സംഭവിച്ചു. പക്ഷേ ഇവരും യഥാർത്ഥ മനുഷ്യരാണെന്നും അവർക്ക് കുടുംബങ്ങളുണ്ട്, കുട്ടികളുണ്ട്, വേദനയുണ്ട്. അതിനാൽ മറ്റൊരാളുടെ ജീവിതത്തിലെ ഏറ്റവും മോശപ്പെട്ട നിമിഷത്തെ നമ്മുടെ എൻ്റർടൈൻമെൻ്റ് ആക്കി മാറ്റരുത്. വ്യക്തിയെ ചൂഷണം ചെയ്യാതെ പ്രശ്നത്തെക്കുറിച്ച് സംസാരിക്കണം. ആളെ അപമാനിക്കാതെ തെറ്റിനെ അപലപിക്കണം. ദുരന്തത്തെ സെൻസേഷണലൈസ് ചെയ്യാതെ അതിൽ നിന്ന് പാഠം പഠിക്കണം.
അതാണ് എത്തിക്കൽ സ്റ്റോറി ടെല്ലിംഗ്. അപ്പോൾ നാം എന്താണ് ചെയ്യേണ്ടത്? മാതാപിതാക്കൾ തിരുത്തുന്നതിന് മുമ്പ് ബന്ധം സ്ഥാപിക്കണം. അവരായിട്ട് ആഴത്തിൽ ബന്ധം വേണം. എല്ലാ ദിവസവും കുട്ടികളോട് സംസാരിക്കുക. മാർക്കിനെ കുറിച്ച് മാത്രമല്ല സംസാരിക്കേണ്ടത് കേട്ടോ. സുഹൃത്തുക്കളെക്കുറിച്ച്, ഭയങ്ങളെക്കുറിച്ച്, ബന്ധങ്ങളെക്കുറിച്ച്, അഡിക്ഷനെക്കുറിച്ച്, ഏകാന്തതയെക്കുറിച്ച്, പണം, നമ്മുടെ ബുദ്ധിമുട്ടുകൾ, വീട്ടിലെ ബുദ്ധിമുട്ടുകളെക്കുറിച്ച്, ദേഷ്യത്തെക്കുറിച്ച്, വിശ്വാസത്തെക്കുറിച്ച്, പരാജയത്തെക്കുറിച്ചൊക്കെ കുട്ടിക്ക് സത്യം പറയാനായിട്ട് ഒരു ഇടം, ഒരു സുരക്ഷിതത്വമുള്ള ഒരു ആളുണ്ടാകണം. സ്കൂളുകളാണെങ്കിലും മാർക്കിനെ കുറിച്ച് മാത്രം 95% മാർക്ക് കൂട്ടിയിട്ട് ഒരു 80 ഇല്ലെങ്കിൽ അത് പൂർണ്ണമായും വിജയമാണ്. വിദ്യാഭ്യാസം അക്കാഡമിക് അച്ചീവ്മെൻറ്റ് മാത്രമല്ല, ഉത്തരവാദിത്വം, ഇമോഷണൽ ഇൻ്റലിജൻസ്, ബഹുമാനം, ധാർമ്മിക ചിന്ത, സ്വയം നിയന്ത്രണം, ഇവയും വിദ്യാഭ്യാസത്തിൻ്റെ ഭാഗമാക്കണം. സഭയ്ക്കും വലിയ റോളുണ്ട്. വിശ്വാസ ചടങ്ങായിട്ട് മാത്രം മാറ്റരുത്. കുട്ടികൾക്ക് സൺഡേ പ്രോഗ്രാം മാത്രം പോരാ, അവർക്ക് മാതൃകയായ മുതിർന്നവർ വേണം. നാം ക്ഷമയെക്കുറിച്ച് പ്രസംഗിക്കുകയും വെറുപ്പ് പ്രവർത്തിക്കുകയും ചെയ്ത ചൂഷണപരമായിട്ടുള്ള ഉള്ളടക്കമുള്ള കാര്യങ്ങൾ നമ്മൾ ഉപയോഗിക്കുകയും ചെയ്തിട്ട് വിനയത്തെക്കുറിച്ച് നമ്മൾ പറഞ്ഞിട്ട് സ്റ്റാറ്റസിനെ നമ്മൾ ആരാധിച്ച് ഒക്കെ നടന്നു കഴിഞ്ഞാൽ കുട്ടികളെങ്ങനെ രൂപപ്പെടും? അച്ഛനും അമ്മയും മാതൃകയാക്കേണ്ടത് തന്നെയാണ്. ഫോൺ താഴെ വയ്ക്കുമെന്ന് കുട്ടിയോട് പറയുന്നതിന് മുമ്പ് നമ്മുടെ ഫോൺ താഴെ വയ്ക്കുക. മറ്റുള്ളവരെ ബഹുമാനിക്കണമെന്ന് പറയുന്നതിന് മുമ്പ് നമുക്ക് ബഹുമാനം കാണിക്കാം. സത്യം പറയണമെന്ന് പറയുന്നതിന് മുമ്പ് നമുക്ക് സത്യം പറയാം. കാരണം സ്വഭാവം പലപ്പോഴും പഠിപ്പിക്കുന്നത് മാത്രമല്ലെന്നേ, കാണുന്നതാണ് കുട്ടികൾ പഠിക്കുന്നത്. യുവാക്കളോട് നിങ്ങൾ പേടിക്കേണ്ടെന്നേ. നിങ്ങളുടെ ഇന്നത്തെ പോരാട്ടം, നിങ്ങളിപ്പോൾ കോപവുമായിട്ട് പോരാടുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് പല ദുശീലങ്ങളും ഉണ്ടെങ്കിൽ, അഡിക്ഷനുമായി പോരാടുന്നുണ്ടെങ്കിൽ, പിയർ പ്രഷർ നേരിടുന്നുണ്ടെങ്കിൽ, ഏകാന്തത അനുഭവിക്കുന്നുണ്ടെങ്കിൽ, അതിനാൽ തന്നെ നിങ്ങളുടെ ഭാവി ഇതിനകം തീരുമാനിക്കപ്പെട്ടു എന്ന് നിങ്ങൾ വിധി എഴുതരുത്. സഹായം ചോദിക്കുക. വിശ്വസിക്കാൻ പറ്റുന്ന ഒരു മുതിർന്ന വ്യക്തിയോട്, ആവശ്യമെങ്കിൽ ക്വാളിഫൈഡ് ആയിട്ടുള്ള പ്രൊഫഷണലിൻ്റെ സഹായം നേടുക. ഇന്നത്തെ നിങ്ങളുടെ പോരാട്ടം നിങ്ങളുടെ സ്ഥിരമായ ഐഡൻറ്റിറ്റിയായി നിങ്ങളുടെ ഭാവി തീർന്നു എന്നൊന്നും വിചാരിക്കേണ്ടത്. ഇന്നത്തെ കുട്ടികൾക്ക് എന്താണ് കുഴപ്പം എന്നതല്ല, അതിനു പകരം ഇന്നത്തെ മുതിർന്നവർ കുട്ടികൾക്കായി എങ്ങനെയുള്ള ലോകമാണ് നിർമ്മിക്കുന്നത്. അവരെ സ്നേഹം എന്താണെന്ന് ആരാണ് പഠിപ്പിച്ചത്? അധികാരം എന്താണെന്ന് ആരാണ് പഠിപ്പിച്ചത്? പുരുഷത്വം എന്താണെന്ന് ആരാണ് കാണിച്ചു കൊടുത്തത്? വിജയം എന്താണെന്ന് ആരാണ് ആ മൂല്യമൊക്കെ പകർന്നത്? ഒരു മനുഷ്യൻ്റെ ജീവിതത്തിന് എത്ര വിലയുണ്ടെന്ന് അവരെ ബോധ്യപ്പെടുത്തിയത് ആരാ? കാരണം കുട്ടികൾ ശൂന്യമായ ഇടത്തിൽ വളരുന്നില്ല. അവർ വളരുന്നത് കുടുംബത്തിൽ, സ്കൂളിൽ, സൗഹൃദങ്ങളിൽ, സഭയിൽ, സമൂഹത്തിൽ, സോഷ്യൽ മീഡിയയിൽ. നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന സംസ്കാരമുണ്ട്, അതിലൊക്കെയാണ്. ഇവയെല്ലാം അവരെ എന്തൊക്കെയാണ് പഠിപ്പിക്കുന്നുവോ അതിൻ്റെ ഒരു ആകെത്തുകയാണ് അവർ. അതിനാൽ അടുത്ത തവണ ഒരു യുവാവുമായി ബന്ധപ്പെട്ട ഞെട്ടിക്കുന്നൊരു കുറ്റകൃത്യത്തിൻ്റെ വാർത്ത കാണുമ്പോൾ ഇവന് എന്ത് ശിക്ഷ കൊടുക്കണം എന്ന് മാത്രം ചോദിക്കരുത്. മറ്റൊരു ചോദ്യം കൂടി അതിൻ്റെ ഒപ്പം ചോദിക്കണം. ഇത് സംഭവിക്കുന്നതിന് മുമ്പ് എന്താണ് സംഭവിച്ചത്? അവൻ എന്താണ് പഠിപ്പിച്ചത്? ആരാണ് അവനെ സ്വാധീനിച്ചത്? ആരാണ് അവനെ സ്നേഹിച്ചത്? ആരാണ് അവനെ തിരുത്തിയത്? ആരെങ്കിലുമൊക്കെ അവനെ കേട്ടോ? അവനും ഒരു സ്വപ്നവും ആഗ്രഹമൊക്കെ ഉണ്ടായിരുന്നില്ലേ? അവൻ ആരിൽ നിന്നാണ് ഇതൊക്കെ പഠിച്ചത്? കാരണം അടുത്ത തലമുറയ്ക്കായിട്ടുള്ള പോരാട്ടം പോലീസ് സ്റ്റേഷനിലും കോടതികളിലും മാത്രം ഒതുങ്ങി നിൽക്കേണ്ടതല്ല. അത് നടക്കുന്നത് വീടുകളിലാണ്, സ്കൂളുകളിലാണ്, സൗഹൃദങ്ങളിലാണ്, സഭയിലാണ്, സമൂഹത്തിലാണ്, നമ്മുടെ മുതിർന്നവൻ്റെ ഹൃദയങ്ങളിലാണ്. ഒരു സമൂഹം പെട്ടെന്ന് കുട്ടികളെ നഷ്ടപ്പെടുന്നില്ലെന്നേ. ചെറിയ ചെറിയ വിട്ടുവീഴ്ചകളിലൂടെ അവരെ നമ്മൾ പതുക്കെ നഷ്ടപ്പെടുത്താണ്. അതുപോലെ തന്നെ അവരുടെ സ്വഭാവം നമുക്ക് തിരിച്ചു പിടിക്കാനായിട്ട് പറ്റണം. ഒരു സംഭാഷണത്തിലൂടെ, ഒരു പരിധിയിലൂടെ, ഒരു നല്ല മാതൃകയിലൂടെ, ഒരു ക്ഷമാപണത്തിലൂടെ, ഒരു സ്നേഹപ്രവൃത്തിയിലൂടെയും, ഒരു സത്യസന്ധമായ നമ്മുടെ പ്രവൃത്തിയിലൂടെയും, ഒരു നല്ല തീരുമാനത്തിലൂടെയും, ഒരു ദിവസം വീതം, ഒരു മനുഷ്യന് വീതം നമുക്ക് നേടിയെടുക്കാനായിട്ട് പറ്റാം. നമ്മുടെ കുട്ടികൾ മാറുന്നുണ്ട് എന്നല്ല ചോദ്യം. യഥാർത്ഥ ചോദ്യം, ആരാണ് അവരെ മാറ്റുന്നത്? നാളെ വ്യത്യസ്തരായ നന്മയുള്ള കുട്ടികളെ വേണമെങ്കിൽ ഇന്ന് വ്യത്യസ്തരായ മുതിർന്നവരായി, നന്മയുള്ള മുതിർന്നവരായി നാം മാറണം.